ഒരാൾക്ക് ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ ഇല്ലെന്നാണ് പറയുന്നത്. എൻ്റെ ഭാര്യ മാത്രമേ ഇത് പറയുന്നില്ല. ഇല്ല ഞാനത് ഇതുപോലെ തന്നെ ഞാൻ വേറൊരു ഇന്റർവ്യൂവിന് പോയപ്പോഴും സാജൻ ചേട്ടന് ഞാൻ കണ്ടു പോസ്റ്റർ കണ്ടിരുന്നു, വളരെ നന്നായിട്ടുണ്ട് സാജൻ്റെ, ഞാൻ വിളിക്കണം എന്ന് ഓർത്ത് വിളിക്കാൻ പറ്റില്ല, വളരെ നല്ലൊരു മനുഷ്യനാണ്. നിങ്ങൾ വലിയൊരു മനുഷ്യനാണല്ലേ. ഞങ്ങളെ പരിചയപ്പെടുന്നത് ശരിക്കും ഞങ്ങൾക്ക് അറിയാം, സാജൻ ചേട്ടനെ അറിയാം, സാജൻ ചേട്ടൻ ആത്മയുടെ കാര്യങ്ങൾക്കൊക്കെ ആയാലും വളരെ റെസ്പോൺസിബിൾ ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ചേട്ടനെ അങ്ങനെ അറിയാം. പിന്നെ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മളെപ്പോഴും കാണുന്നതുകൊണ്ടും മറ്റു പിള്ളേരെ പോലെ ചെറുപ്പം തൊട്ടേ കാണുന്നതെന്ന് ഞാൻ പറയില്ല. എന്നാലും ചേട്ടനെ ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ചേട്ടനെ പരിചയപ്പെടുന്ന ഈ ഒരു വർക്കിലൂടെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ പരിചയപ്പെടുന്നത്. ഈ സാജൻ സൂരി ഇത്രയും ഗ്ലാമർ എവിടുന്ന് എന്റെ പൊന്നളവേ? വീട്ടിൽ നിന്ന്. ഇത് എന്ത് ആണോ? അച്ഛന്റെ ലുക്കാണോ? എന്ത് ചെയ്യാനാ, ഞങ്ങൾ കുറച്ച് ഗ്ലാമർ കൂടി പോയതിനിപ്പോ നിങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ട മേഖലകളിൽ ഞാൻ പറഞ്ഞില്ല, വീട്ടിലെല്ലാവരും കുറച്ച് പാരമ്പര്യമായിട്ട് അത്യാവശ്യം വീട്ടിലെല്ലാവരും നല്ല കാണാൻ തിന്നറവും അതൊക്കെ ഉണ്ട്. അതെ, ജീനിന്റെ ഒരു ഗുണമാണ്. പിന്നെ അതിന് ഇതൊന്നും നമുക്ക് തന്നെ ഇല്ലാത്തത്, മീൻസ് എനിക്ക് അതിന്റെ പ്രശ്നം എന്തുവാ? അതെ, ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ബിരിയാണി ഫുൾ അടിച്ചാൽ പറ്റില്ല. ഞാനൊക്കെ ആണെങ്കിൽ പകുതി ബിരിയാണി, കാൽഭാഗം ബിരിയാണി ഒക്കെ കഴിക്കും. ശരിക്കും ഇപ്പോഴും ഡയറ്റ് നോക്കുന്നുണ്ടോ? അങ്ങനെയല്ല, ആവശ്യത്തിന് മാത്രം ഫുഡ് കഴിക്കും. എല്ലാം കഴിക്കും, എല്ലാ ഫുഡും കഴിക്കും. പക്ഷെ അതിന്റെ കഴിക്കുന്ന ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ. ധന്യയുടെ ആണെങ്കിലോ? ഞാനും പിന്നെ ചുമത്തുള്ളത് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണോണ്ട് അത്ര കഴിക്കും. അല്ല, ഞാൻ ശരിക്കും ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് കഴിക്കും. പക്ഷെ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് ഞാൻ നെക്സ്റ്റ് ഡേ ഒക്കെ ഞാൻ വേണമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഫുഡ് വളരെ ലിമിറ്റഡ് ആണ്. അത് ശരിയാണ്. നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ തന്നെ ഇത് കഴിച്ചിട്ട് ഭയങ്കര കുറ്റബോധമൊക്കെ പറയാറുണ്ട്. അതെ, ഐസ്ക്രീം കഴിക്കണ്ടെന്ന് തോന്നുന്നു, പക്ഷെ കഴിച്ചിട്ട് ഇത് കുറ്റബോധം. സാജൻ സൂരി എന്തുകൊണ്ട് ബിഗ് ബോസിൽ പോകുന്നില്ല? വീട്ടിൽ സമ്മതിക്കുന്നില്ല. അതാണോ സത്യം? അതല്ല സത്യം. അല്ല, അതും ഒരു സത്യമാണ്. കാരണം ഇപ്രാവശ്യം കറക്റ്റ് ഗീതാ ഗോവിന്ദം കഴിഞ്ഞ സമയത്താണ്. എല്ലാ സീസണിലും വിളിയുണ്ട്. എല്ലാ സീസണിലും വിളിയുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഗീതാ ഗോവിന്ദം കഴിഞ്ഞ് എനിക്ക് വേണമെങ്കിൽ കറക്റ്റായിട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് ഇപ്രാവശ്യം. അതിന് മുമ്പ് വരെയൊക്കെ പല വർക്കുകളിലായിരുന്നു വിളിക്കുമ്പോൾ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വെറുതെ ഒന്ന് വീട്ടിൽ ചോദിച്ചു, ഞാനിങ്ങനെ ബിഗ് ബോസിൽ പോകണമോ, അങ്ങനെ ഒരു തീരുമാനം എന്താണെന്ന് ഞങ്ങളൊരു കൂലങ്കഷമായ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ ഡിസ്കഷൻ്റെ അവസാനം എൻ്റെ വൈഫ് പറഞ്ഞത്, നിങ്ങളെ എനിക്ക് ഒട്ടും വിശ്വാസമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ പോകണ്ടെന്നാണ്. വിശ്വാസമില്ലായ്മ നമ്മൾ കാണുന്ന സാജൻ സൂരി അല്ലേ? അല്ല, ഉറപ്പായിട്ട്. അതെങ്ങനെയാണ്? ഞാനിപ്പോൾ വളരെ ഡീസൻ്റായിട്ട് അജുവിൻ്റെ അടുത്ത് സംസാരിക്കണം. ഈ സ്വഭാവമേ അല്ല എനിക്ക് എൻ്റെ വീട്ടിൽ. സ്വാഭാവികമായിട്ട് നിങ്ങളും ഞാനും എല്ലാവരും അങ്ങനെയാണ്. അപ്പം ഞാൻ എൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ച് എന്തിനാണ് പ്രേക്ഷകരെ വെറുപ്പിക്കുന്നത്? ഇപ്പം എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്വഭാവം, ഒരു ഇഷ്ടമുണ്ട്, അങ്ങനെയൊക്കെ അല്ലേ. ഇതൊന്നും അല്ല ഞാൻ വീട്ടിൽ. ഇതിന് ഉത്തരം തരാൻ നമ്മളെക്കാൾ പറ്റുന്ന ഒരാള്, ഒറ്റ പേര് ധന്യ. ഒന്ന് പോയി പണിയൊന്നും കിട്ടിയില്ല. ഞാൻ ഒരിക്കലും ഒരു 100 ദിവസം നിൽക്കും എന്ന് വിചാരിച്ചൊന്നും പോയ ആളല്ല. ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് തന്നെ വിചാരിച്ച ആളല്ല. കാരണം എന്റെ കൂടെയുള്ള പല ആർട്ടിസ്റ്റുകൾക്ക് ഇഷ്ടമായിരുന്നു പോകാനായിട്ട്. ഇതിനു മുമ്പ് കാണുമായിരുന്നു, ബിഗ് ബോസ് കാണുമായിരുന്നു. ഫസ്റ്റ് സീസൺ കുറച്ച് കണ്ടിട്ടുണ്ട്, ഹിന്ദിയിലുണ്ടെന്ന് അറിയാം. പക്ഷെ അങ്ങനെ ഒരു ബിഗ് ബോസ് ഫാൻ ഒന്നും ആയിട്ട് മാറിയിട്ടില്ലായിരുന്നു. എനിക്ക് ഷോ കണ്ട് അറിയാം, ഹിന്ദിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലയാളത്തിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ വഴക്കുകൾ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ദൈവമേ എന്തിനാണെന്തോ ഇത്രയും വഴക്കുകൾ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്തിനാണെന്തോ ഇത്രയും വഴക്കുകൾ എന്നാണ് ചിന്തിച്ചിട്ടുള്ളത്. കാരണം ഈ ഷോയെക്കുറിച്ച് അങ്ങനെ വലിയ ധാരണയില്ലായിരുന്നു. അപ്പം ഞാൻ അതിനെ പറ്റിയ ആളല്ലാന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ എങ്ങനെയോ എനിക്ക് ഫസ്റ്റ് കോൾ വന്നു. എൻ്റെ കൂടെ ഉള്ളവർക്ക് പറഞ്ഞേക്കാൾ മുന്നേ അവർക്കൊക്കെ പോകാൻ ഇഷ്ടമാണ്. എൻ്റെ കൂടെ അഭിനയിച്ച് സീതാ കല്യാണമൊക്കെ ചെയ്ത് അവർക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് കോൾ വരുന്നത് ഞാൻ ചെറുതായിട്ട് തുടങ്ങിയപ്പോഴത്തേന് ആരോ തണുപ്പിച്ചപ്പോൾ കഴിഞ്ഞു പോയി. 1-2 പ്രാവശ്യം എവിടേക്കോ, അത്രേ ഉള്ളൂ. വഴക്കെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒന്ന് പറഞ്ഞപ്പോൾ എന്തോ എന്താ വെച്ചാൽ ഒരു പരിധി വിട്ട് ഞാൻ ആർക്കും സ്പേസ് വന്നിട്ടില്ല, അങ്ങനെ എന്തോ സംഭവം പറഞ്ഞിട്ടുള്ളൂ.